അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഏറെ കാത്തിരുന്ന ഒരു സിനിമയാണ്. അതായത് വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ വിനീത് ശ്രീനിവാസൻ പുള്ളിയുടെ ഒരു പേര് തന്നെയാണ്. പിന്നെ ധ്യാൻ, പ്രണവ് മോഹൻലാൽ, നിവിൻ പോളി, ബേസിൽ ജോസഫ്, നീരജ്, അങ്ങനെ ഒരുപിടി ഭയങ്കര കാസ്റ്റിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു. സോ ഈ സിനിമ സംസാരിക്കുന്നത് ഒരു പഴയ കഥയാണ്. രണ്ട് സുഹൃത്തുക്കൾ സിനിമയെ മോഹിച്ച് മദ്രാസിലേക്ക് എത്തുന്നതും അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അവരുടെ സുഹൃത്ത് ബന്ധം ഒരു ഒരു സിറ്റുവേഷനിൽ ബ്രേക്ക് ആവുന്നതും അതവരുടെ ലൈഫിലും അവരുടെ കരിയറും എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതൊക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. ഒരു ഇമോഷണൽ ഡ്രാമയാണ് സിനിമ. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരെ രണ്ട് വീട്ടിനെയും കാണിക്കുന്നു. പിന്നീട് മദ്രാസിൽ പോകുന്നു. ഒരാൾ വിനീത് രണ്ട് ക്യാരക്ടേഴ്സാണ്, വേണു, മുരളി. അതിൽ മുരളി എന്ന ക്യാരക്ടർ പ്രണവ് മോഹൻലാലാണ്. ഗംഭീര ഒരു മ്യൂസീഷ്യനാണ്, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള മ്യൂസീഷ്യനാണ്. ആൻഡ് വേണു നല്ലൊരു എഴുത്തുകാരനും സംവിധായകനാകാൻ മോഹിക്കുകയാണ്. അവിടെ മദ്രാസിലെത്തിയതിനു ശേഷം പുള്ളിക്ക് ഒരു വയലിനിസ്റ്റ് ആയിട്ട് അവസരം കിട്ടണം. മുരളിക്ക് വേണുവിന് അസിസ്റ്റന്റ് ഡയറക്ടർ ആവുകയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സിനിമ സംവിധായകനാവാൻ ചാൻസ് കിട്ടുന്നു. പിന്നീട് തൻ്റെ കരിയറിൽ വളരെ ഗ്രോത്ത് അനുഭവിക്കുകയാണ്. പക്ഷേ മുരളിയാകട്ടെ പ്രതീക്ഷത്ത് ഉയരാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവർ തമ്മിലുള്ളൊരു ഭിന്നത അവിടെ നിന്ന് തുടങ്ങുകയാണ്. പിന്നീട് ഒരു കരിയറിൽ സെക്കൻഡ് ഹാഫ് എടുത്ത് പറയുകയാണെങ്കിൽ തൻ്റെ ആ കരിയർ ഡൗൺ ആയതിനു ശേഷം, ഈ സിനിമയുടെ പേര് സൂചിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം, ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം, വയസ്സായതിന് ശേഷം പുള്ളി ഒരു സിനിമ എടുക്കാൻ തയ്യാറാണ്. അതിൽ മുരളീനെ മ്യൂസിക് ഡയറക്ടറാക്കി. ആ സിനിമ എന്തായി, ആ സിനിമയ്ക്ക് ഇനി ആ സിനിമ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് സിനിമ ഒരു ആദ്യ പകുതിയിലേക്ക് കിടക്കുന്ന സമയത്ത് ഒരു മദ്രാസിൽ പോയതിനു ശേഷം കുറച്ച് നല്ല ഇമോഷണൽ മൊമെന്റ്സ് ഒക്കെ ഉണ്ട് സിനിമയിൽ. എടുത്തു പറയേണ്ടത് പെർഫോമൻസ് തന്നെയാണ്. ധ്യാൻ ശ്രീനിവാസൻ്റെ തൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത്. വളരെ മെച്ചുവേർഡായിട്ട് ആ ക്യാരക്ടറിൻ്റെ കുറേ അധികം ഗംഭീര ഷോട്ടുകളുണ്ട് ആ പെർഫോമൻസിന് നമുക്ക് കാണിച്ചു തരാൻ. ഉദാഹരണത്തിന് ധ്യാനും പ്രണവിൻ്റെയും ധ്യാൻ്റെ വീട്ടിലോട്ട് വന്നിട്ട് ഒരു സീനുണ്ട്. ആ ഒരു സീനൊക്കെ അതിഗംഭീരമായിരുന്നു. പിന്നെ ഇതിൽ കഥയിലോട്ട് വന്നു കഴിഞ്ഞാൽ ശരിക്കും പ്രണവിൻ്റെ ക്യാരക്ടർ, ആ മ്യൂസിക് ഡയറക്ടർ, പുള്ളിയുടെ തോൽവിക്ക് കാരണം പുള്ളി തന്നെയാണ്. അതായത് ഒരു സിറ്റുവേഷനിൽ പുള്ളിനെ കൊണ്ട് തന്നെയാണ് പാട്ട് ചെയ്യിപ്പിക്കാൻ ധ്യാൻ തയ്യാറാകുന്നത്. പക്ഷെ എനിക്കിതിലൊന്നും താല്പര്യമില്ല എന്ന് പറയുകയും വേറെ മ്യൂസീഷ്യനെ തൻ്റെ പാട്ട് ഏൽപ്പിച്ചിട്ട് തൻ്റെ പാട്ടാണെന്ന് പറഞ്ഞ് എടുത്തോ എന്ന് പറയും. പിന്നീട് ആ പാട്ട് ഹിറ്റായതിന് ശേഷം പുള്ളിക്കൊരു ഈഗോ ഒക്കെ അടിച്ച് ആകെ അതൊക്കെ ഒരു എന്താ പറയുക, ഒരു ഇമോഷണലി കണക്റ്റ് ആകാത്ത കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വർഷങ്ങൾക്ക് ശേഷം ഇവർ ഇത്തിരി വയസ്സായതിനു ശേഷം എങ്ങനെ ഈ പുതിയ പിള്ളേരുടെ കൂടെ പിടിച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള സിനിമകളുടെ ഒപ്പം ആ സിനിമ എടുക്കാൻ കാണിക്കുന്ന ഒരു ഇതും അതൊക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. എൻ്റെ സെക്കൻഡ് ഹാഫിൽ നമ്മുടെ ഗംഭീര ഐറ്റം നിവിൻ പോളി, നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. ഷോ സ്റ്റീലർ കംപ്ലീറ്റ് നിവിൻ പോളി ആണെന്നുള്ളത്. അത് ഏകദേശം ശരിയാണ്. കാരണം സെക്കൻഡ് ഹാഫ് കുറച്ച് കാണാൻ തോന്നിപ്പിക്കുന്ന ഒരു ഘടകം നിവിൻ പോളി തന്നെയാണ്. പുള്ളിയുടെ ഒരു പഴയ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള നിവിൻ പോളി ഈസ് ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിയുടെ ഒരുതരം ക്യാരക്ടർ തന്നെയാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. സോ അത് അടിപൊളിയായിരുന്നു, അത് പറയാതിരിക്കാൻ പറ്റില്ല. നിവിൻ പോളി എന്നുള്ള അതിൻ്റെ ഒരു ഗംഭീര ഹ്യൂമറസ് ആയിട്ട് ചെയ്യുന്ന സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു നിവിൻ പോളിനെ കണ്ടു സെക്കൻഡ് ഹാഫിൽ. ആ സെക്കൻഡ് ഹാഫ് പിടിച്ചിരുത്താൻ കാരണം നിവിൻ പോളി തന്നെയാണ്. പിന്നെ എനിക്ക് പിന്നീട് തോന്നിയ ഒരു കാര്യം, ഇതൊരു മ്യൂസിക്കിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു മൂവിയാണ്. പക്ഷേ എനിക്ക് പാട്ടുകളെ ഒരു ഓർത്ത് വയ്ക്കാൻ പാകത്തിന് ഒരു ജ്ഞാപകം എന്ന സോങ് അല്ലാതെ മറ്റൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. പിന്നെയുള്ള കാര്യം, കല്യാണി പ്രദേശിൻ്റെ റോള് എന്തിനാന്ന് പോലും അത് ഒരു അനാവശ്യ റോളായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം കുറേ അധികം എനിക്ക് കണക്റ്റ് ആകാതെ പോയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ ടോട്ടലി എനിക്ക് പല പല സീനുകളും ഒരു എനിക്ക് വിനീത് ശ്രീനിവാസൻ്റെ സിനിമകളിൽ എനിക്ക് ഈ സിനിമ എന്തായാലും ഫേവറേറ്റ് അല്ല. ഇതൊരു ഒരിക്കൽ കണ്ടു ഇരിക്കാം, അല്ലെങ്കിൽ ഒരു വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, അല്ലാതെ ഒരു അതിഗംഭീരമായ സിനിമയല്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പിന്നെ സ്ലോ പേസ് ആണ്, പതുക്കെ പോകുന്ന ഒരു സിനിമയാണ്. രണ്ടാം പകുതി അത്യാവശ്യം ഒരു എൻ്റർടൈനിങ് ആക്കുന്നത് നിവിൻ പോളിയാണ്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ കുറേയധികം നല്ല മൊമെന്റ്സ് ഉണ്ട്, ഇമോഷണലാണെങ്കിൽ കൂടെയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ടോട്ടലി ഒരു സിനിമ ചില സ്ഥലങ്ങൾ വളരെയധികം കണക്റ്റ് ആകാത്ത പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം അവരുടെ ഇമോഷൻസ് ഒന്നും നമ്മളിലേക്ക് എത്തുന്നില്ല. പക്ഷെ അവർ നന്നായി ചെയ്തിട്ടുണ്ട്. വളരെയധികം ഞാൻ പറഞ്ഞില്ലേ, പാട്ടുകൾ പോലും എനിക്ക് അങ്ങനെ വളരെയധികം എഫക്റ്റീവായി തോന്നിയില്ല. പിന്നെ മുരളി എന്ന ക്യാരക്ടർ, ആ ക്യാരക്ടറിൻ്റെ എഴുതിൽ ഞാൻ പറഞ്ഞില്ല,
ഇവർ രണ്ടുപേരും ഭയങ്കര കഷ്ടപ്പെടുന്നു തോന്നിക്കുന്ന സീനുകൾ കണ്ടില്ല. അതേപോലെ പുള്ളിയുടെ ലൈഫ് കളിച്ചത് പുള്ളി തന്നെയാണ് ഞാൻ പറയാം. സോ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഫാമിലി ഓഡിയൻസ് ഒക്കെ കയറുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണും. ഞാൻ പറഞ്ഞ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സോ ഇതൊരു ഷോക്ക് ആയതുകൊണ്ടുള്ള കണി നോക്കാം. സോ ഈ സിനിമ നിങ്ങൾ പേഴ്സണലി അങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇഷ്ടമുള്ളവർ പോയി കാണുക. നല്ല ഫെസ്റ്റിവൽ മൂഡിലാണെങ്കിൽ ആവേശം ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം ഇത് കുറച്ചൊരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള മൂവി ആണെങ്കിൽ പോലും ഡ്രാമാറ്റിക് ആയിട്ടുള്ള സിനിമയാണ്, കണ്ടിരിക്കാവുന്നതാണ്. എന്നാലും കുറച്ച് പോരായ്മകളൊക്കെ സിനിമയിലുണ്ട്. എനിക്ക് വിനീത് ശ്രീനിവാസൻ്റെ ഒരു ഫുൾ ഓൺ ഒരു മൂവി ആയിട്ട് തോന്നിയില്ല. ഇറ്റ്സ് ഓൺലി മൈ പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾക്ക് പോയി കാണാം. ഒരു മോശം സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ സോ വർഷങ്ങൾക്ക് ശേഷം പോയി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക.